ഏവർക്കും മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന പാഠത്തിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം: ആൻ അത്ലീറ്റ് ജംപ്സ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് എ മാക്സിമം സ്പീഡ് ഓഫ് 9.4 മീറ്റർ പെർ സെക്കൻഡ്. ക്വസ്റ്റ്യൻ എ: വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ പാത്ത് ഫോളോഡ് ബൈ ദ അത്ലീറ്റ് ഇൻ ദ ജംപ്? അപ്പം 30 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്ത് ഒരു അത്ലീറ്റ് 9.4 മീറ്റർ പെർ സെക്കൻഡ് മാക്സിമം സ്പീഡിൽ ചാടിയ ആ പാതയുടെ ഷേപ്പ് പരാബോളയാണ്. ക്വസ്റ്റ്യൻ ബി: ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ടു കാൽക്കുലേറ്റ് ഹൊറിസോണ്ടൽ റേഞ്ച് കവേർഡ് ബൈ ദ അത്ലീറ്റ്. അപ്പോൾ ഹൊറിസോണ്ടലായിട്ടുള്ള മോഷനെ സഹായിക്കുന്ന വെലോസിറ്റിയുടെ കമ്പോണൻറ്റ് യു കോസ് തീറ്റയാണ്. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കോസ് തീറ്റ ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് ക്യാപിറ്റൽ ടി എന്ന് എഴുതാം. ഹൊറിസോണ്ടലായിട്ടുള്ള മൂവ്മെൻറ്റ് എപ്പോഴും യൂണിഫോം മോഷനാണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്കറിയാം 2u സൈൻ തീറ്റ ബൈ ജി ആണ്. അത് ഒന്നാമത്തെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആർ ഈക്വൽ ടു യു കോസ് തീറ്റ 2u സൈൻ തീറ്റ ബൈ ജി എന്ന് പറഞ്ഞ് കിട്ടുന്നു. നമുക്കറിയാം 2 സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ 2 തീറ്റയാണ്. അതായത് ഹൊറിസോണ്ടൽ റേഞ്ച് യു ഇൻറ്റു യു ചെയ്യുമ്പോൾ യു സ്ക്വയർ. അവിടെ 2 സൈൻ തീറ്റ കോസ് തീറ്റയുടെ സ്ഥാനത്ത് സൈൻ 2 തീറ്റ എന്നിരുന്നു ഡിവൈഡഡ് ബൈ ജി. അപ്പോൾ ഈ അത്ലീറ്റിൻ്റെ റേഞ്ചിൻ്റെ ഇക്വേഷൻ യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി എന്നാണ്. ക്വസ്റ്റ്യൻ സി: ഫൈൻഡ് ദ റേഞ്ച് കവേർഡ് ബൈ ഹിം ഇൻ ദി എബോവ് ജംപ്. അതിനുശേഷം സജസ്റ്റ് ദി ആംഗിൾ ബൈ വിച്ച് അത്ലീറ്റ് ക്യാൻ അറ്റൈൻ ദ മാക്സിമം റേഞ്ച്. അപ്പോൾ ഈ 30 ഡിഗ്രി ആംഗിളിൽ അത്ലീറ്റ് ചാടിയപ്പോഴുള്ള റേഞ്ച് ആദ്യം നമുക്ക് കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടേക്കുന്നത്. അപ്പോൾ റേഞ്ചിൻ്റെ ഇക്വേഷൻ എഴുതുന്നു. ആർ ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. യു 9.4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. തീറ്റ 30 ഡിഗ്രി ആണ്. സൈൻ 2 തീറ്റ സൈൻ 2 ഇൻറ്റു 30 ഡിഗ്രി വിച്ച് കംസ് ഔട്ട് ടു ഈ സൈൻ 60 ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു √3/2. ജി 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സൈൻ കൺവെൻഷൻ വീണ്ടും ഇടേണ്ട ആവശ്യമില്ല. സൈൻ കൺവെൻഷൻ എല്ലാം കൊടുത്തിട്ട് കിട്ടിയ ഇക്വേഷനാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അതായത് ആർ ഈക്വൽ ടു 9.4 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു √3/2 ഉണ്ട് ഡിവൈഡ് ബൈ 9.8. അത് ചെയ്തു വരുമ്പോൾ റേഞ്ച് 7.66 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടുന്നു. ആ ചോദ്യത്തിൻ്റെ രണ്ടാം ഭാഗം മാക്സിമം റേഞ്ച് കിട്ടാൻ ആവശ്യമായ ആംഗിൾ എത്രയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇഫ് തീറ്റ ഈക്വൽ 45 ഡിഗ്രി ദ അത്ലീറ്റ് ക്യാൻ അറ്റൈൻ മാക്സിമം റേഞ്ച്. അടുത്ത ചോദ്യം: എ സ്റ്റോൺ ഈസ് ത്രോൺ അപ്വേർഡ് ഫ്രം എ മൂവിംഗ് ട്രെയിൻ. ക്വസ്റ്റ്യൻ എ: നെയിം ദ പാത്ത് ഫോളോഡ് ബൈ ദ സ്റ്റോൺ. ഉത്തരം പരാബോളയാണ്. Question B: a particle is projected with a velocity u in the direction making an angle theta with the horizontal. Find 1 time of flight, 2 maximum height. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റും മാക്സിമം ഹൈറ്റും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെർട്ടിക്കൽ ഡയറക്ഷനുള്ള മോഷനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. വെർട്ടിക്കൽ ഡയറക്ഷനുള്ള വെലോസിറ്റിയുടെ കമ്പോണൻറ്റ് യു സൈൻ തീറ്റയാണ്. അപ്പോൾ യു ഈ പറഞ്ഞ പോലെ ഹൊറിസോണ്ടലുമായിട്ട് തീറ്റ ആംഗിൾ ഉണ്ടാക്കുന്നു. ആക്സലറേഷൻ വെർട്ടിക്കലായിട്ട് താഴോട്ടാണ് മൈനസ് ജി. യു എന്ന വെക്ടർ മാറ്റിയെന്ന് വരച്ച് കാണിച്ചേക്കുന്നു. അതിൻ്റെ കമ്പോണൻസ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ കൊണ്ടുപോകാൻ സഹായിക്കുന്ന കമ്പോണൻറ്റ് യു കോസ് തീറ്റയും ഈ പ്രൊജക്റ്റൈലിനെ വെർട്ടിക്കൽ ഡയറക്ഷനിൽ കൊണ്ടുപോകാൻ സഹായിക്കുന്ന കമ്പോണൻറ്റ് യു സൈൻ തീറ്റയുമാണ്. അത് യഥാക്രമം ഇങ്ങനെ വരച്ച് എടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്നത് പകുതി സഞ്ചരിക്കാൻ എടുത്ത സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ ഇരട്ടി എടുക്കുന്നു. കാരണം ടൈം ഓഫ് അസെൻറ്റ് ഈസ് ഈക്വൽ ടു ടൈം ഓഫ് ഡിസെൻറ്റ് ഇഫ് ദിസ് എക്സ്പെരിമെൻറ്റ് ഈസ് ഡൺ ഇൻ വാക്യൂം. അപ്പോൾ വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. ലെറ്റ് us ഫൈൻഡ് ടി ഹാഫ്. ദെൻ ടൈം ഓഫ് ഫ്ലൈറ്റ് ക്യാപിറ്റൽ ടി ഈക്വൽ ടു 2t ഹാഫ് എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ താഴെ നിന്ന് മോളി വരെ എത്തുമ്പോൾ ഫൈനൽ വെർട്ടിക്കൽ വെലോസിറ്റി 0 ആയിരിക്കും. ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി യു സൈൻ തീറ്റയാണ്. ടൈം ടി ഹാഫ് ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എസ് ഈക്വൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന ഇക്വേഷനകത്തേക്ക് വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന ഇക്വേഷനകത്തോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ വിക്ക് 0 കൊടുക്കുന്നു. യു സൈൻ തീറ്റ, ആക്സലറേഷൻ മൈനസ് ജി ടി ഹാഫ്. ഇതിൽ നിന്നും ജി ടി ഹാഫ് ഈക്വൽ ടു യു സൈൻ തീറ്റ എന്ന് എഴുതാം. ടി ഹാഫ് ഈക്വൽ ടു യു സൈൻ തീറ്റ ബൈ ജി. അങ്ങനെ ഉണ്ടെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടെത്താൻ വേണ്ടി 2 ടൈംസ് ടി ഹാഫ് എടുക്കണം. ക്യാപിറ്റൽ ടി ഈക്വൽ ടു 2u സൈൻ തീറ്റ ബൈ ജി. ഇതേപോലെ മാക്സിമം ഹൈറ്റ് കണ്ടെത്താൻ വേണ്ടി വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കണം. അഗെയിൻ വെർട്ടിക്കൽ ഡയറക്ഷനുള്ള വെലോസിറ്റിയുടെ കമ്പോണൻസ് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ.
മാക്സിമം വെർട്ടിക്കൽ ഡയറക്ഷനിൽ സഞ്ചരിച്ച് കഴിയുമ്പോൾ വി 0 ആയിരിക്കും. യു സൈൻ തീറ്റയാണ്. ആക്സിലറേഷൻ -g ആണ്. എസ് എച്ച് മാക്സ് ആണ്. അപ്പോൾ 0 ഈക്വൽ ടു u² sin² തീറ്റ -2gh മാക്സ് എന്ന് പറഞ്ഞ് കിട്ടുന്നു. അതായത് 2gh മാക്സ് ഈക്വൽ ടു u² sin² തീറ്റ, അതായത് h മാക്സ് ഈക്വൽ ടു u² sin² തീറ്റ ബൈ 2g. ക്വസ്റ്റ്യൻ സിയിലേക്ക് വരാം. എ മാൻ ക്യാൻ ജമ്പ് ഓൺ മൂൺ 6 times ആസ് ഹൈ ആസ് ഓൺ എർത്ത് വൈ. അപ്പോൾ ഇവിടെ വെർട്ടിക്കൽ ഡയറക്ഷനുള്ള മോഷനെ കുറിച്ച് മാത്രമേ കാര്യങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. വെർട്ടിക്കൽ ഡയറക്ഷൻ മോഷനെ സംബന്ധിച്ച് മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u² ബൈ 2g ആണ്. അവിടെ യുവും 2ഉം കോൺസ്റ്റൻസ് ആണ്. h പ്രൊപ്പോർഷണൽ ടു 1/g. അപ്പോൾ മൂണിൽ എർത്തിനെക്കാളിലും 1/6 ഗ്രാവിറ്റിയേ ഉള്ളൂ. g മൂൺ ഈക്വൽ 1/6g എർത്ത്. അപ്പോൾ h മൂൺ ബൈ h എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവേഴ്സ് റിലേഷനാണ് ജിയുമായിട്ട്. g എർത്ത് ബൈ g മൂൺ എന്ന് പറഞ്ഞ് എഴുതാം. അതായത് h മൂൺ ബൈ h എർത്ത് ഈക്വൽ ടു g എർത്ത് ബൈ g എർത്ത് ഡിവൈഡ് ബൈ 6. ആ 6 മോളിൽ വരുന്നു. അടുത്ത ക്ഷണത്തിൽ g എർത്തും g എർത്തും ക്യാൻസൽ ആവുന്നു. ഹൈറ്റ് അച്ചീവ്ഡ് ഇൻ മൂൺ ഈസ് 6 times ഹൈറ്റ് അച്ചീവ്ഡ് ഇൻ എർത്ത് എന്ന് നമുക്ക് കിട്ടുന്നു. അതിൻ്റെ കാരണം എന്താണ്? മൂണിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എർത്തിൻ്റെ 1/6 ഉള്ളൂ. അപ്പോൾ ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എർത്തിൽ ഒരു u സ്പീഡിൽ മൂണിലേക്ക് ചാടിയ ഒരാളെ സംബന്ധിച്ച് മൂണിൽ അതിൻ്റെ 6 മടങ്ങ് ചാടാൻ സാധിക്കും. അടുത്ത ചോദ്യം. പ്രൊജക്റ്റൈൽ ഈസ് എ പാർട്ടിക്കിൾ വിച്ച് ഈസ് പ്രൊജക്റ്റഡ് ഇൻ ടു ദ എയർ വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഫോർ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച്? അത് തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രിയാണ്. ക്വസ്റ്റ്യൻ ബി, ഡ്രോ ദി ട്രജക്ടറി ഓഫ് എ പ്രൊജക്റ്റൈൽ. അപ്പം ഒരു പ്രൊജക്റ്റൈലിൻ്റെ ട്രജക്ടറിയാണ് ഇവിടെ വരച്ചേക്കുന്നത്. അടുത്ത ചോദ്യം. എ സ്റ്റോൺ ഈസ് ത്രോൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്ലിംഗ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി v0 അറ്റ് ആൻ ആംഗിൾ തീറ്റ ഫ്രം ദ ഹൊറിസോണ്ടൽ. ക്വസ്റ്റ്യൻ എ, വർക്കിംഗ് ഓഫ് എ സ്ലിംഗ് ഈസ് ബേസ്ഡ് ഓൺ പാരലോഗൽ ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ്. ക്വസ്റ്റ്യൻ ബി, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ വെക്ടർ ഡയഗ്രാം സ്റ്റേറ്റ് ദിസ് ലോ. അപ്പോൾ വെക്ടർ എയും വെക്ടർ ബിയും പാരലോഗത്തിൻ്റെ അഡ്ജസൻറ്റ് സൈഡായിട്ട് വരയ്ക്കുക, പാരലോഗരം കൺസ്ട്രക്ട് ചെയ്യുക, ഡയഗണലിൽ കൂടെ നമുക്ക് എന്ത് കിട്ടുന്നു? റിസൾട്ടൻ്റ് കിട്ടുന്നു. എയ്ക്കും ബിക്കും ഇടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിളാണ് അവിടെ തീറ്റ. ഇഫ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആർ 2 adjacent sides of a parallelogram, then the resultant vector r is along the diagonal of a parallelogram. അടുത്ത ചോദ്യം. എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് ഇൻ ടു എയർ അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ. ക്വസ്റ്റ്യൻ എ, വാട്ട് ഈസ് ദ ട്രജക്ടറി ഫോളോഡ് ബൈ ദിസ് പ്രൊജക്റ്റൈൽ? ഉത്തരം പരാബോളയാണ്. ഗീവ് എ മാത്തമാറ്റിക്കൽ പ്രൂഫ് ഫോർ യുവർ ആൻസർ. അതിന് നമ്മൾ ആദ്യം ഹൊറിസോണ്ടൽ റേഞ്ചിനെ എക്സ് എന്ന് ഇവിടെ വിളിച്ചുകൊണ്ട് ഹൊറിസോണ്ടൽ റേഞ്ച് എക്സ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ടൈം ഓഫ് ലൈറ്റ് എന്ന് എഴുതുന്നു. എക്സ് ഡയറക്ഷനിൽ ഈ പറഞ്ഞ പ്രൊജക്റ്റൈൽ യൂണിഫോം മോഷനാണ് നടത്തുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ യു കോസ് തീറ്റ. ഇനി വൈ ഡയറക്ഷനുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. വൈ പ്രൊപ്പോർഷണൽ ടു x² എന്ന് കിട്ടാനുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രൊജക്റ്റൈലിൻ്റെ പാത്ത് പരാബോളയായിരിക്കും. അപ്പോൾ വൈ ഡയറക്ഷനിൽ ഉള്ള കമ്പോണൻറ്റ് യു സൈൻ തീറ്റയാണ്. എസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at² എന്നുള്ള ഇക്വേഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വൈ ഈക്വൽ ടു യു സൈൻ തീറ്റ ടൈം ഓഫ് ഫ്ലൈറ്റ് ജി നെഗറ്റീവാണ് മൈനസ് ഹാഫ് GT² എന്ന് എഴുതാം. ടീൻ്റെ സ്ഥാനത്തെല്ലാം എക്സ് ബൈ യു കോസ് തീറ്റ ആയിട്ട് കൊടുക്കുന്നു. വൈ ഈക്വൽ ടു യു സൈൻ തീറ്റ എക്സ് ബൈ യു കോസ് തീറ്റ മൈനസ് ഹാഫ് ജി x² ബൈ u² cos² തീറ്റ എന്ന് എഴുതാൻ സാധിക്കും. ഇവിടെ യുവും ഫസ്റ്റ് ടൈമിൽ ക്യാൻസലാവും. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ ആകുന്നു. അപ്പോൾ എക്സ് ടാൻ തീറ്റ വൈ ഈക്വൽ ടു എക്സ് ടാൻ തീറ്റ, ബാക്കി ടൈം അതേപടി തന്നെ മൈനസ് ഹാഫ് ജി x² ബൈ u² cos² തീറ്റ. ഇവിടെ വൈ പ്രൊപ്പോർഷണൽ ടു x² രണ്ടാമത്തെ ടൈമിൽ കിടപ്പുണ്ട് എന്ന രീതിയിൽ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ദ എബോവ് ഇക്വേഷൻ റെപ്രസെൻറ്റ്സ് ഇക്വേഷൻ ഓഫ് എ പരാബോള. ക്വസ്റ്റ്യൻ സിയിലേക്ക് വരാം. ട്രജക്ടറി ഓഫ് എ ബോഡി ഇൻ എ പ്രൊജക്റ്റൈൽ മോഷൻ ഇസ് ഗിവൺ ബൈ y ഈക്വൽ ടു എക്സ് മൈനസ് x² ബൈ 80 where x and y are in meters. Find maximum height of this projectile. അപ്പോൾ നമ്മളിപ്പോൾ ആ പ്രൊജക്റ്റൈലിൻ്റെ പാത്തിൻ്റെ ഇക്വേഷൻ കണ്ടെത്തതേ ഉള്ളൂ. y ഈക്വൽ ടു എക്സ് ടാൻ തീറ്റ മൈനസ് ഹാഫ് ജി x² ബൈ u² cos² തീറ്റ. അതേപോലത്തെ ഒരു ഇക്വേഷനാണ് താഴെയും കിടക്കുന്നത്. y ഈക്വൽ ടു എക്സ് മൈനസ് x² ബൈ 80. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. കമ്പയറിങ് അബൌട്ട് 2 ഇക്വേഷൻസ്. അവിടെ എക്സ് ടാൻ തീറ്റ മുകളിലുണ്ട്, താഴെ എക്സേ ഉള്ളൂ.
അതിൻ്റെ അർത്ഥം എക്സ് ഇൻറ്റു 1 എന്നാണ്. അപ്പം ടാൻ തീറ്റ ഈക്വൽ ടു 1 എന്ന് നമുക്ക് പറയാം. അപ്പോൾ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈക്വൽ ടു 1 എന്ന് പറയാം. അഥവാ സൈൻ തീറ്റ ഈ കേസിൽ കോസ് തീറ്റയ്ക്ക് തുല്യമാണ്. ഇനി നമ്മൾ മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ എഴുതുന്നു. അത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. എച്ച് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ആണ്. ഇവിടെ സൈൻ തീറ്റ കോസ് തീറ്റയ്ക്ക് തുല്യമായതുകൊണ്ട് മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ ഈ ഒരു കേസിൽ എച്ച് ഈക്വൽ ടു യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ബൈ 2g എന്നും പറയാം. അപ്പോൾ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ബൈ 2g കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരമായി കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ള കാര്യങ്ങളിലേക്ക് പോകാം. രണ്ടാമത്തെ ടേം ശ്രദ്ധിക്കുക. അതായത് ജി ബൈ 2 യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1/80 ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ 2 യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ബൈ ജി 80 ആണ്. ഈ ഇക്വേഷനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഹൈറ്റിൻ്റെ ഇക്വേഷൻ തന്നെയാണ് കിട്ടുന്നത്. എച്ച് ഈക്വൽ ടു യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ബൈ ഒരു 2 താഴെ എക്സ്ട്രാ വരും. ജി ഈസ് ഈക്വൽ ടു 80/4. അപ്പോൾ 80/4 ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഹൈറ്റ് കിട്ടുകയായി. ദാറ്റ് ഈസ് 20 മീറ്റർ. State true or false. An iron ball and a wooden ball of the same radius are released from a height in vacuum. The iron ball will reach the ground first. ഇത് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ട് വസ്തുക്കളും വാക്യൂത്തിലാണ് റിലീസ് ചെയ്യുന്നതെങ്കിൽ ഒരുമിച്ചായിരിക്കും എത്തുന്നത്. അടുത്ത ചോദ്യം. When a body is projected into air with a certain initial velocity making an angle with the horizontal, it will travel in a parabolic path. Question A. What are the vertical and horizontal components of velocity? നമുക്കറിയാം ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി യു കോസ് തീറ്റയും വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി യു സൈൻ തീറ്റയാണ്. വിത്ത് എ ഡയഗ്രാം ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ് രണ്ട് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇത് നമ്മൾ നേരത്തെ ചെയ്തതാണ്. അപ്പോൾ മാക്സിമം ഹൈറ്റ് കിട്ടുന്ന കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. നേരത്തെ അതേ സ്റ്റെപ്പ് തന്നെയാണ്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. അടുത്തത് ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടെത്താനും റിപ്പീറ്റ് ചെയ്യുന്നില്ല, നേരത്തെ അതേ സ്റ്റെപ്പ് തന്നെയാണ്. ക്വസ്റ്റ്യൻ സി. എ ബോൾ ഈസ് ഡ്രോപ്ഡ് ത്രൂ ദ വിൻഡോ ഓഫ് എ ട്രെയിൻ ട്രാവലിംഗ് വിത്ത് ഹൈ വെലോസിറ്റി ടു എ മാൻ സ്റ്റാൻഡിങ് നിയർ ദ ട്രാക്ക്. ദ ബോൾ ഡാഷ് എന്നാണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ ഉത്തരം ഫോളോസ് എ പരാബോളിക് പാത്ത് ആണ്. അടുത്ത ചോദ്യം. ഐഡൻറ്റിഫൈ ദ സ്കെയിലർ ക്വാണ്ടിറ്റി ഫ്രം ദ ഫോളോയിങ് ഓൾട്ടർനേറ്റീവ്സ്. മൊമെൻറ്റം, വർക്ക്, ടോർക്ക്, ആക്സിലറേഷൻ. ഇതിൻ്റെ ഉത്തരം വർക്കാണ്. ക്വസ്റ്റ്യൻ ബി. എ മാൻ ത്രോസ് എ സ്റ്റോൺ അപ്പ് ഇൻ ടു എയർ അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ. ഡ്രോ ദി പാത്ത് ഓഫ് ദ പ്രൊജക്റ്റൈൽ ആൻഡ് മാർക്ക് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് ദ ഹയസ്റ്റ് പോയിൻറ്റ്. ഹയസ്റ്റ് പോയിൻറ്റിൽ യു കോസ് തീറ്റ മാത്രമേ ഉള്ളൂ. ആക്സിലറേഷൻ പിന്നെ വെർട്ടിക്കൽ ഡൗൺവേർഡ് ഡയറക്ഷനിൽ -g ആയിട്ട് ആക്ട് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ സി. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ ദ സ്റ്റോൺ. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഓൾറെഡി നമ്മൾ കണ്ടതാണ്. അടുത്ത ചോദ്യം. എ സ്റ്റോൺ ടൈഡ് ടു വൺ എൻഡ് ഓഫ് എ സ്ട്രിങ് 80 cm ലോങ് ഈസ് വേൾഡ് ചുഴറ്റുക ഇൻ എ ഹൊറിസോണ്ടൽ സർക്കിൾ വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്പീഡ്. ക്വസ്റ്റ്യൻ എ. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് മോഷൻ. ചിത്രത്തിൽ വളരെ വ്യക്തമാണ്, ആംഗിൾ ഈസ് 90 degree. Question B. If the stone makes 14 revolutions in 25 seconds, what is the magnitude of acceleration of the stone? അപ്പോൾ ആക്സിലറേഷൻ എ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എ സി ഈക്വൽ ടു ω² r ഉപയോഗിക്കാം, v²/r ഉപയോഗിക്കാം. ഇവിടെ ഞാൻ ω²r ഉപയോഗിക്കുകയാണ്. അപ്പോൾ ω ആംഗുലാർ വെലോസിറ്റിയാണ്, r റേഡിയസ് ഓഫ് സർക്കുലർ പാത്താണ്, അത് തന്നിട്ടുണ്ട്. 80 cm ആണ് ആ സ്ട്രിങ്ങിൻ്റെ നീളം, അത് 0.8 മീറ്ററിലേക്ക് മാറ്റണം. അടുത്തത് ഫ്രീക്വൻസി കണ്ടെത്തണം. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര റെവല്യൂഷൻ നടത്തുന്നു. 14 revolution 25 സെക്കൻഡിലാണെങ്കിൽ ഒരു റെവല്യൂഷൻ നടത്താൻ 14/25 revolution per second ആണ് ഫ്രീക്വൻസി. അടുത്ത ഒമേഗ കണ്ടുപിടിക്കുന്നു 2πν ആണ്. ഒമേഗ ഈക്വൽ ടു 2 × 3.14 × 14/25 റേഡിയൻ പെർ സെക്കൻഡ്. അതായത് ഒമേഗ ഈക്വൽ ടു കാൽക്കുലേറ്റർ ചെയ്തെടുക്കുക 3.51 റേഡിയൻ പെർ സെക്കൻഡ്. ഇനി നമ്മൾ ഇക്വേഷൻ 1ലേക്ക് ഇട്ട് കൊടുക്കുന്നു സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ കിട്ടാൻ വേണ്ടി. എ സി ഈക്വൽ ടു 3.51 സ്ക്വയർ ഇൻറ്റു 0.8. അപ്പോൾ എ സി ഈക്വൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഡയറക്റ്റഡ് ടുവേഡ്സ് സെൻറ്റർ എന്ന് നമുക്ക് ഉത്തരം കിട്ടും. An insect trapped in a circular groove of radius 12 cm
മൂവ്സ് അലോങ് ദ ഗ്രൂവ് സ്റ്റഡിലി ആൻഡ് കംപ്ലീറ്റ്സ് 7 revolutions in 100 seconds. വാട്ട് ഈസ് ദ ലീനിയർ സ്പീഡ് ഓഫ് മോഷൻ? അപ്പോൾ ഇതാണ് ചിത്രം. ഒരു ഗ്രൂവ് അല്ലെങ്കിൽ ഒരു ടയറിൻ്റെ ട്യൂബ് പോലെ ചിന്തിക്കാം. ആ ട്യൂബിനുള്ളിൽ ഇൻസെക്റ്റ് കുടുങ്ങിപ്പോയി. ആ ഇൻസെക്റ്റ് അതിനകത്തൂടെ മാത്രം നടക്കുകയാണ്. 100 സെക്കൻഡും കൊണ്ട് 7 റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. 1 സെക്കൻഡിൽ എത്ര റെവല്യൂഷൻ നടത്തി? 7/100 റെവല്യൂഷൻ പെർ സെക്കൻഡ്. റേഡിയസ് തന്നിട്ടുണ്ട് ആ ട്യൂബിൻ്റെ, ആ സർക്കുലർ ഗ്രൂവിൻ്റെ. അത് 12 സെൻറ്റിമീറ്റർ ആണ്, അഥവാ 0.12 മീറ്റർ ആണ്. ലീനിയർ സ്പീഡ് കണ്ടെത്താൻ V = R ω ഉപയോഗിക്കാം. V = R × 2πν. V = 0.12 × 2 × 3.14 × 7/100 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടുന്നു. V = 0.052 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടുന്നു. ക്വസ്റ്റ്യൻ ബിയിലേക്ക് പോകാം. ഈസ് ദ ആക്സലറേഷൻ വെക്റ്റർ എ കോൺസ്റ്റൻറ്റ് വെക്റ്റർ? വാട്ട് ഈസ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്? ആക്സലറേഷൻ വെക്റ്റർ ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ് വെക്റ്റർ എന്നതാണ് ഉത്തരം. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. AC = V²/R. അപ്പം R 0.12 മീറ്റർ ആണ്. V ഇപ്പോൾ അങ്ങോട്ട് കണ്ടുപിടിച്ചതേ ഉള്ളൂ, 0.052 മീറ്റർ പെർ സെക്കൻഡ്. AC = 0.052² / 0.12. അതായത് AC = 0.022 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടുന്നു. അടുത്ത ചോദ്യം. The position vector R of a particle P located in an XY plane is shown in figure. Redraw the figure by showing the rectangular components. അപ്പോൾ ഇതാണ് റെക്ടാങ്കുലർ കമ്പോണൻറ്റ്. X ഡയറക്ഷനിൽ XI ക്യാപ്പും Y ഡയറക്ഷനിൽ YJ ക്യാപ്പും. X = R cos θ നമുക്ക് എഴുതാം, Y = R sin θ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. അതായത് വെക്ടർ R = XI + YJ എന്ന് നമുക്ക് ഉത്തരവിടാൻ സാധിക്കും. വിച്ച് ഈസ് ദ ആൻസർ ഫോർ B. Write the position vector in terms of rectangular components. Question C. Write an equation to find the magnitude of resultant of two vectors A and B. അപ്പം ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി. R = √A² + B² + 2AB cos θ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒബ്സർവ് ദ ഫോളോയിങ് ഡയഗ്രാം. ഒരു സ്റ്റോൺ നടുക്കൂടെ കിടക്കുന്നു. 150 ഗ്രാം ഇടത്തെ സൈഡിൽ ഒരു പുള്ളിയെ കൂടെ കിടക്കുന്നു. 100 ഗ്രാം വലത്തെ സൈഡിലേക്ക് ഒരു പുള്ളിയെ കൂടെ കിടക്കുന്നു. അപ്പോൾ F1 ഇടത്തോട്ട് ആക്ട് ചെയ്യുന്നു, F2 വലത്തോട്ട് ആക്ട് ചെയ്യുന്നു, F3 താഴേക്ക്. ഈ F1ൻ്റെയും F2ൻ്റെയും റിസൾട്ടൻ്റ് F3യുടെ 180 ഡിഗ്രി ഓപ്പോസിറ്റായിട്ട് മുകളിലോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ആ സ്റ്റോൺ സ്റ്റേബിളായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. ക്വസ്റ്റ്യൻ എ. ദ ഫോഴ്സസ് വെക്ടർ F1, വെക്ടർ F2 ആൻഡ് വെക്ടർ F3 ആർ ടുഗദർ കോൾഡ് ആസ്. ഉത്തരം കൺകറൻറ്റ് ഫോഴ്സസ് ആണ്. ഒരു സിംഗിൾ പോയിൻ്റിനെ പോയിട്ടായിട്ട് ഇവിടെ 3 ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ സിംഗിൾ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ത്രെഡുകളെല്ലാം കൂടെ വന്ന് ജോയിൻ ചെയ്തേക്കുന്ന ആ പോയിൻ്റാണ്. ആ 90 ഡിഗ്രി ഇടയിൽപ്പെടുത്തിയേക്കുന്ന ആ പോയിൻ്റിൽ ആണ് ഈ ഫോഴ്സസ് എല്ലാം കൂടെ വന്ന് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു പോയിൻ്റിനെ പോയിട്ടായിട്ട് ഒത്തിരി ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കൺകറൻറ്റ് ഫോഴ്സ് എന്നാണ് വിളിക്കുന്നത്. ക്വസ്റ്റ്യൻ ബി. കാൽക്കുലേറ്റ് മാസ് ഓഫ് ദ സ്റ്റോൺ യൂസിങ് പാരലോഗൻ ലോ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പോൾ F1ഉം F2ഉം പാരലോഗത്തിൻ്റെ 2 സൈഡായിട്ട് നമുക്ക് ചിന്തിക്കാം. അപ്പം F3 നമുക്ക് കിട്ടും. F3യുടെ മാഗ്നിറ്റ്യൂഡ്, താഴോട്ട് കിടക്കുന്ന സ്റ്റോണിൻ്റെ അളവ് നമുക്ക് കിട്ടും. F3 = √F1² + F2² + 2F1 F2 cos θ. θ 90 ഡിഗ്രിയാണ്. F3 = √150² + 100² cos 90 0 ആയി പോയതുകൊണ്ട് അവസാനത്തെ ടേം നമുക്ക് ലീവ് ചെയ്യാം. അതായത് F3 = √22,500 + 10,000. F3 = √32,500. അതായത് F3 = 180 ഗ്രാം എന്ന് പറഞ്ഞ് കിട്ടുന്നു. കാരണം 150 ഗ്രാമിലും 100 ഗ്രാമുമാണ് അവിടെ തന്നേക്കുന്നത്. അപ്പോൾ F3 നമുക്ക് കിട്ടാൻ പോകുന്നത് ഗ്രാമിലായിരിക്കും. അടുത്ത ചോദ്യം. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു യൂണിഫോം സർക്കുലർ മോഷൻ. ഇവിടെ ഒന്നിൽ കൂടുതൽ ചിലപ്പം കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. 2ഉം 3ഉം ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ദ ആക്സിലറേഷൻ ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് ഡയറക്റ്റഡ് റേഡിയലി ഇൻവേർഡ്. ദ വെലോസിറ്റി ഓഫ് യൂണിഫോം സർക്കുലർ മോഷൻ ഹാസ് കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡ്. അഥവാ സ്പീഡ് അതിൻ്റെ മാറുന്നില്ല. ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം തെറ്റാണ്. ക്വസ്റ്റ്യൻ ബി. എ പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് അപ്പ് ഇൻ ടു എയർ ഫ്രം എ പോയിൻറ്റ് വിത്ത് എ സ്പീഡ് ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ് at an angle of projection 30 degree. What is the maximum height reached by it? Maximum height equation u² sin square theta by 2g ആണ്. u 20 meter per second, theta 30 degree, g 9.8 meter per second square. sin 30 1/2 ആണ്, അഥവാ 0.5 ആണ്. sin square 30 0.5 സ്ക്വയർ ആവും. sin square 30 0.25 ആവും. അതായത് h = 20² sin square 30 / 2 × 9.8 എന്ന് എഴുതാം. h =
20യുടെ സ്ക്വയർ 400 ഇൻറ്റു സൈൻ സ്ക്വയർ 30.25 ഡിവൈഡ് ബൈ 19.6, അതായത് h = 5.1 മീറ്റർ, വിച്ച് ഈസ് ദ ആൻസർ.